നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയാണ് വേണ്ടത് നിരത്തി വെച്ചേക്കുക. നമുക്ക് പ്രിൻസസ് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിങ്ങനെയാണ് ഇതിൻ്റെ പാർട്ട്. അപ്പം ഇതിങ്ങോട്ട് ജോയിൻ ചെയ്യണം, ഇതിങ്ങോട്ട് ജോയിൻ ചെയ്യണം. ഇതിങ്ങനെ ഇരിക്കുന്ന നമ്മൾ നല്ല വശവും ഇത് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇവിടുന്ന് ഈ പോയിന്റ് കുത്തണം. സ്റ്റാർട്ട് ചെയ്യും. ഒരു ലോക്ക് ഇട്ട് കൊടുത്തോ. എന്നിട്ട് വലിക്കാതെ കറക്റ്റ് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച്. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ട, ഇതേപോലെ മറ്റേ സൈഡും കൂടെ ജോയിൻ ചെയ്യാൻ പറ്റണം. അകന്ത എങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്കിവിടെ ഓവർലോക്ക് ചെയ്യാം. ഈ രണ്ട് സൈഡും ഓവർലോക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് സ്ലീവ് ചെയ്ത് ഇവിടെ ഉള്ള എല്ലാം ഫിനിഷ് ചെയ്യാം. സ്ലീവിൻ്റെ വൺ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. സോ അതിന് വേണ്ടി നമ്മൾ കേവായിട്ട് കേവ് പോലെ കുറച്ച് കട്ട് ചെയ്തില്ലേ, ആ ഭാഗം ഒന്ന് രണ്ടായിട്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യും. ഈ ഒരു കട്ടിടാത്ത ഭാഗം ഇതാ ഇങ്ങനെ ഒരു ഇൻഡി 1 2. ഇത് പുറത്തോട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഭാഗമാണ് സ്ലീവിൻ്റെ. അപ്പം അതിങ്ങനെ മടക്കിയിട്ട് നൂല് പോയി അപ്പം ഇങ്ങനെ വെച്ച്. ഇനി അടുത്തതും കൂടെ അതേപോലെ ചെയ്യാം. ഞാൻ ചെയ്തിട്ട് വരാമേ. സ്ലീവ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഫ്രില്ലൊക്കെ വെക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ ഹുക്ക് വെക്കുന്ന ഭാഗമില്ലേ, അത് ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ മിഡിൽ ഈ ബാക്കിൻ്റെ മിഡിൽ നടുക്കൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് വെക്കാം. എന്നിട്ട് ഏത് ഭാഗത്താണ് ഹുക്ക് വെക്കുന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഹുക്ക് വെക്കുന്ന ഭാഗത്ത് 2 ഇഞ്ചിൻ്റെ ഇതിങ്ങനെ വെക്കുക. മറ്റേ ഹുക്കിൻ്റെ ഹോൾഡ് ചെയ്യുന്ന ഭാഗമില്ലേ, അവിടെ ഇത് വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഹുക്ക് വെക്കുന്ന ഭാഗം ചെയ്യാം. അപ്പം അതിനു വേണ്ടി ഇതിൻ്റെ നല്ല വശവും ഈ ഒരു 2 ഇഞ്ചില്ലേ വിട്ടുള്ള അതിൻ്റെ നല്ല വശവും കൂടെ ഇതാ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ എക്സ്ട്രാ ഉള്ളത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എക്സ്ട്രാ വരുന്നില്ലേ, ഇതൊന്ന് കട്ട് ചെയ്ത് കളയും. എനിക്ക് വന്നു, നിങ്ങൾ കറക്റ്റ് എടുത്താൽ വരില്ല കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തത് നേരെ നല്ല വശമാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. എപ്പോഴും അത് ശ്രദ്ധിക്കണം. എന്നിട്ട് തിരിച്ച് വെക്കുക. അപ്പം ഇങ്ങനെ. അപ്പം നമുക്ക് ഇതിൻ്റെ പൊക്കത്തോടെ ഒരു അടി അടിക്കാം. ഈ ഭാഗം ഇങ്ങോട്ട് ഇരുന്നോട്ടെ, എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഹാഫ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം വരെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഒരു മടക്കോടെ കൊടുക്കുന്നു. ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം അകത്തോട്ടാണ്, ചീത്ത വശത്തോട്ടാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത ഭാഗം അകത്ത് കറക്റ്റ് എൻഡിൽ വരണം. ഇവിടെ സ്റ്റിച്ച് ചെയ്ത ഭാഗമാണ്. പുറം ഇങ്ങനെ ഇരിക്കും, അകം ഇങ്ങനെ. എന്നിട്ട് കറക്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് സ്റ്റിച്ച് കൊടുക്കണം, സ്ട്രെയിറ്റ് കിട്ടും.
അപ്പോൾ ഈ സൈഡ് ഇങ്ങനെ ഇട്ടിങ്ങനെ നമുക്ക് മറ്റേ ഭാഗം ചെയ്യാം. ഇത് ഹുക്ക് ഇടുക ഭാഗം, മറ്റേ ഭാഗം കുറച്ച് ഇത് മാറ്റി വെക്കാം ഫസ്റ്റ്. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നല്ല ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വെക്കാം. എന്നിട്ട് ബാക്കിലെ ബ്ലൗസിൻ്റെ ഷോൾഡർ ഇതിവിടെ ഇതിവിടെ എന്നിട്ട് ഇതിങ്ങനെ നല്ല വശമാണ് വെക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്യും. ഇങ്ങനെ കിട്ടിയില്ല, ഒരു വലിയ ട്രയാങ്കിൾ പോലെ. അപ്പം ഇത് നമുക്ക് ഫിനിഷിങ് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് ഷോൾഡർ കൂട്ടി അടിച്ച് ഇവിടെ നമുക്ക് ഓവർലോക്ക് ചെയ്യണം. എന്നിട്ട് ഇതിനെ പറ്റിയ ഒരു 1.4 ഇഞ്ച് വിട്ടുള്ള സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ഒരു പീസ് വേണം. എന്നിട്ട് മറിച്ചടിക്കണം ആ പരിപാടി. പിന്നെ സ്ലീവ് വെക്കണം, അത്രേ ഉള്ളൂ. ഇത് താഴെ ഒരു സ്റ്റിച്ച് ചെയ്യാനുണ്ട്, സൈഡും ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. കരണ്ട് പോയി. അപ്പം നമുക്ക് നെക്ക് ചെയ്യാം. അപ്പം അതിനു വേണ്ടി ഹുക്ക് പിടിപ്പിക്കുന്ന ഭാഗമില്ലേ, അതൊന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ 1 മീറ്റർ ഫാബ്രിക്കിൽ ഇങ്ങനെ ഒരു ഭാഗം മിച്ചം വരുമല്ലോ, ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പം അതിങ്ങനെ നിവർത്തി വെക്കുക. എന്നിട്ട് അതിൻ്റെ പൊക്കത്തോട്ട് ഈ നെക്ക് കറക്റ്റ് വെക്കുക. 2 സൈഡിലും കുറച്ച് സ്പേസ് വിടണം, താഴെയും കുറച്ച് സ്പേസ് വിടണം. ഇങ്ങനെ കറക്റ്റ് വെക്കണം. കറക്റ്റ് വെച്ചു. താഴെ 2 സൈഡ് സ്പേസ് ഉണ്ടോ നോക്കണേ. ഇങ്ങനെ വെച്ചിട്ട് ഈ ഓരോ 4 മൂലയില്ലേ, ഇതും അതൊന്ന് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഇതെടുത്ത് മാറ്റിക്കും. എന്നിട്ട് നമുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരയ്ക്കാം. ഈ പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കും. ഇനി ഈ സ്കെയിലിൻ്റെ വിട്ടിൽ ചുറ്റും നമുക്കൊരു ലൈനും കൂടെ കൊടുക്കാം. ഇത് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പം ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജോയിൻ ചെയ്യണം. എന്നിട്ട് ഇവിടെ മിഡിലായിട്ട് ഒരു കട്ട് കൊടുക്കണം. എന്നിട്ട് ഇതേ സെയിം ലെങ്കിൽ വിട്ടുള്ള ഒരു ചെറിയ 2 സൈഡിലും പീസും കൂടെ വെച്ചാലേ ഉള്ള ആ ഹുക്കിൻ്റെ ഭാഗം കൂടെ ഒന്ന് കംപ്ലീറ്റ് ആകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യണം. അപ്പം ഇത് ജോയിൻ ചെയ്യാം. നമുക്കപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്ക്വയർ പീസ്. അപ്പം അതിൻ്റെ ഈ വിട്ട് കുറഞ്ഞ ഭാഗമില്ലേ, ഒരു സൈഡ് എടുക്കുക. എന്നിട്ട് അത് ഹാഫായിട്ട് മടക്കുക. ബാക്കിലെ നെക്കിന് വേണ്ടിയാണ്.
അവിടെ ആ ഹുക്ക് വരുന്ന ഭാഗത്ത് തികയാൻ വേണ്ടി. എന്നിട്ട് ഇവിടെ ഒരു മിഡിലിൽ നിന്ന് ഒരു കട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേറൊരു ഇതേ സെയിം എടുത്തുള്ളൊരു പീസ് എടുക്കുക. എന്നിട്ട് അത് ഇതിൻ്റെ നല്ല വശവും ഇത് നല്ല വശവും കൂടെ ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി അതേപോലെ മറ്റേ എൻഡില്ലേ, നമ്മൾ കട്ട് ചെയ്ത മറ്റേ എൻഡും കൂടെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ നിന്ന് കട്ട് ചെയ്തോ. ഇത് രണ്ടും സ്റ്റിച്ച് ചെയ്തതായില്ലേ എക്സ്ട്രാ വെച്ചത്, അതും മിഡിൽ നിന്ന് കട്ട് ചെയ്തു. എന്നിട്ട് നമുക്കിത് പിൻ ചെയ്ത് വെക്കാം ഈ ബ്ലൗസിലേക്ക്, ബ്ലൗസിൻ്റെ നെക്കിലേക്ക്. കുക്കിൻ്റെ പോർഷനിലുള്ള പിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് അപ്പം നമുക്ക് നെക്കിൻ്റെ ഇത് തുടങ്ങാം. ഇപ്പം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചില്ലായിരുന്നു, അപ്പോൾ ഇതിന് ഇച്ചിരി കൂടെ കൂടുതലല്ല, അപ്പോൾ അത്രയൊന്നും വേണ്ട. ഇവിടെ ഒരു മടക്കി വെക്കാനുള്ള ഒരു ഇത് വിട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് കറക്റ്റ് ഈ ഒരു ഇഞ്ച് വരുന്നിടത്ത് ഇങ്ങനെ അകത്തോട്ട് മടക്കുക. എന്നിട്ട് അവിടെ ഒരു പിന്ന് കുത്തിക്കും. എന്നിട്ട് പിന്നെടുക്കട്ടെ. ഇവിടെ ഒരു പിന്ന് സ്റ്റാർട്ടിങ് പോയിന്റിൽ കറക്റ്റ് ഇത് രണ്ട് സെയിം ആയിരിക്കണം കേട്ടോ. ഇങ്ങനെ പിന്ന് കുത്തിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിങ്ങനെ തിരിക്കുക. ഈ റൗണ്ട് കഴിഞ്ഞു. ഇനി ഇത് തിരിച്ച് ഈ ഓരോ കോർണറും 4 കോർണർ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്യണം. പിന്നെ തിരിച്ച് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റും അടിക്കുക, പിന്നെ അത് മടക്കി അടിക്കുക. ഇതാണ് പരിപാടി. അപ്പോൾ ഞാൻ ചെയ്തിട്ട് നമുക്കപ്പോൾ ഈ 4 കോർണറും കട്ട് ചെയ്യാവേ. ആ സ്റ്റിച്ചിങ്ങിൻ്റെ അപ്പുറത്തോട്ട് കട്ടായി പോയാൽ തീർന്നു, എല്ലാം പോച്ച്. ഇത് നമുക്ക് തിരിച്ച് കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ എല്ലാ കോർണറും കട്ട് ചെയ്യണം. തിരിച്ച് വെച്ച് നോക്കുമ്പോൾ നല്ല വൃത്തിക്ക് ഇരിപ്പുണ്ടോ എന്നും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. പക്ഷെ എന്തെങ്കിലും നൂലിങ്ങനെ തള്ളിയിരിക്കുന്ന പോലെ വല്ലതും തോന്നിയായിട്ട് നമ്മൾ കട്ട് ചെയ്തത് കറക്റ്റ് അല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ നോക്കിയിട്ട് 4 സൈഡും ഓക്കെയാണ്. അപ്പം നമുക്ക് ഇനി ഇതിങ്ങനെ പൊങ്ങിയാണല്ലോ സ്റ്റിച്ച് ചെയ്ത ഭാഗമായിരിക്കണേ. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ട് വെക്കുക ഇങ്ങനെ. എന്നിട്ട് ഇവിടെ ചുറ്റും ഈ പൊക്കത്തോടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റാർട്ട്.
ഇനി തിരിച്ചടിക്കണം, മടക്കി അടിക്കണം, കാണിച്ചു തരാം. അപ്പം ഇത്രയും ആയി. ഇനി ഇത് ഇങ്ങോട്ടൊരു മടക്ക്, പിന്നെ അകത്തോട്ടൊരു മടക്ക്, അങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്യണം. ആ കോർണറിൻ്റെ മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ആ ചീത്ത വശത്തോട്ട് ഫസ്റ്റ് ഇങ്ങനെ ഒരു മടക്ക സ്റ്റിച്ച് ചെയ്ത ഇടം വരെ, എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഒരു മടക്ക്, ഇതാ ഇങ്ങനെ ഇരിക്കും. പുറം ഇങ്ങനെ ഇരിക്കും, അകം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ കൂടെ സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കോർണർ 4 കോർണറില്ലേ, അവിടെ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചാൽ സ്റ്റാർട്ട് ചെയ്യാം. കുത്തി നിർത്തുക, തിരിക്കുക. നെക്ക് റെഡി. ഇനി അടുത്തത് ഷേപ്പ് ചെയ്യണം, താഴെ ഇത് പിടിപ്പിക്കണം. അതിന് മുമ്പ് നമുക്ക് കറക്റ്റ് അളവിലൊന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എക്സ്ട്രാ ഫാബ്രിക്കൊക്കെ ഇല്ലേ, അതൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പം കട്ടിങ് ടേബിളിലോട്ട് പോട്ടെ. അപ്പം നമുക്കിത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്ലീവൊക്കെ വെക്കാവേ. അപ്പം അതിന് വേണ്ടി ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇങ്ങനെ പകുതിയായിട്ട് 2 മടക്കണം. ഇത് ബാക്ക് ഭാഗം ഇങ്ങനെ കറക്റ്റ് ഒട്ടിച്ച് വെക്കാം. ഈ ഹുക്കിൻ്റെ ഭാഗം അതേപോലെ പിൻ ചെയ്തൊന്ന് വെച്ചേക്കണം. പിന്നെ ഇത് ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങനെ മടക്കാം. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ ഒരു കട്ട് വരുന്ന ഭാഗമില്ലേ, അത് കറക്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒരു പിന്ന് ചെയ്ത് വെച്ചു. ലെങ്തൊക്കെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. 14.5 ഉണ്ട്. നമുക്കിങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം. എക്സ്ട്രാ വരുന്നതല്ല, ഈ ബാക്കിൻ്റെ ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം കട്ട് ചെയ്തെടുത്തു. ഇനി ഈ അളവിൽ നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാം. ഇനി സ്ലീവ് വെക്കണം, താഴത്തെ പോർഷൻ ഫിനിഷ് ചെയ്യാനുണ്ട്, സൈഡ് ഷേപ്പ് ചെയ്യണം, പിന്നെ ഹുക്ക് പിടിപ്പിക്കുക. ഇത്രയാണുള്ളത്. നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ബട്ടർഫ്ലൈ സ്ലീവ് വെക്കാം. അപ്പം ഈ സ്ലീവിൻ്റെ നല്ല വശവും ഷോൾഡറിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ അവിടുത്തെ നല്ല വശവും കൂടെ ഒരുമിച്ച് വെക്കുക. നമ്മളൊരു കട്ടിട്ടിട്ടുണ്ട്, മിഡിൽ ഭാഗം രണ്ടും ഒരുമിച്ച് വെക്കണം. എന്നിട്ട് സൂചി ഇങ്ങനെ കുത്തി വെക്കുക. എന്നിട്ട് നമുക്ക് ഈ സൈഡിലോട്ട് ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കാം. ഞാൻ ഇങ്ങനെ ഈ സാധനം വെച്ച് ഇങ്ങനെ തള്ളി കൊടുക്കും. അപ്പം അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കാം. ചെറിയ ഇനി നമുക്ക് ഫിനിഷിങ്ങിന് വേണ്ടി
എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇത് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് മറ്റേ സൈഡിലാണ്, മറ്റേ എൻഡിലൊന്നാണ്. ഇപ്പം നിങ്ങൾ ഫ്രില്ലിടുമ്പോൾ കറക്റ്റായിരിക്കും. ഇത് മിച്ചം വന്നു. അപ്പോൾ കട്ട് ചെയ്ത് കളയുക. ഇനി നമുക്ക് ഇവിടെ ഫിനിഷിങ്ങിന് വേണ്ടി ഒരു ഇത് പിടിപ്പിക്കാം. ഇതേപോലെ ഇരിക്കുക. ഇതിപ്പോൾ ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഇത് ഫ്രില്ല് ഞാൻ ഈ സൈഡിൽ പിടിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇതേപോലെ അകത്ത് ഫിനിഷിങ് ഇവിടെ വരാൻ വേണ്ടി നമുക്കിങ്ങനെ ഒരു ഇങ്ങനത്തെ ക്രോസ് പീസോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസോ എടുക്കുക. ഈ സ്ലീവ് ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്, നല്ല വശം വെച്ച് അതേപോലെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പൊസിഷനിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ പൊക്കത്തോട്ട് വെക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ തിരിച്ച് പിടിക്കുക. ചെറിയൊരു മടക്ക് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇതിൻ്റെ പൊക്കത്തോട് ഇങ്ങനെ ഒരു മടക്കുക. ഇത് നമുക്ക് അടിക്കും. അങ്ങനെ എൻ്റെ വരെ അടിച്ചു. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതാ ഫിനിഷിങ് കണ്ടോ. ഇതേപോലെ അകവായി. ഇതാ ഇത് സ്ലീവ്, ഇത് ഷോൾഡർ. അപ്പോൾ സ്ലീവിൻ്റെ പരിപാടി ചീത്തവശവും ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഈ സൈഡ് അങ്ങ് നേരെ അടിക്കുക. കറക്റ്റ് ഇതിങ്ങനെ ഇവിടെ കറക്റ്റ് വെക്കുക. കയറി ഇറങ്ങിയിരിക്കാതെ ഇവിടെ ഇങ്ങനെ കറക്റ്റ് വെക്കുക. ഇവിടെ വരെ അടിക്കാവുള്ളൂ കേട്ടോ. നല്ല വശം പുറത്തായിരിക്കരുത്. ചീത്തവശം അകത്ത് ഇങ്ങനെ വെച്ചടിച്ചു. അതേപോലെ മറ്റേ സൈഡും പീസ് എടുക്കുക. അതേ സ്കെയിലിൻ്റെ വിടത്തിൽ. ആ സ്കെയിലിൻ്റെ വിട്ട് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയാം കേട്ടോ. 1.2 ആണ് കേട്ടോ ഇതിൻ്റെ വിട്ട് വരുന്നത്. എന്നിട്ട് ഈ ഒരു ലെന്ത് വരുന്നത് ഇതെടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു മടക്കുക. നല്ല വശം വെക്കുക. എന്നിട്ട് ഈ എൻഡിലൊരു നല്ല വശം ചീത്തവശത്തോട്ട് ഇതാ ഇങ്ങനെ മടക്കണം. എന്നിട്ട് കറക്റ്റ് ഇതും ഒരേ ലെവലിൽ നിന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും. ഏറ്റവും എങ്കിൽ ഇത് തിരിച്ചിങ്ങനെ വെക്കുക. ഇത് പൊക്കത്തോടെ അടിക്കുക. പതിച്ചെടുക്കുക എന്ന് പറയത്തില്ല. മടക്കുക. ഈ സ്റ്റിച്ച് ചെയ്ത കടന്നാൽ എന്നിട്ട് വീണ്ടും ഒരു മടക്കുക. ഇപ്പോൾ സ്റ്റിച്ചിങ് ഈ എൻഡിൽ വരും. എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ ആ ഹുക്കിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ മറ്റേ സൈഡ് ചെയ്തിട്ട് വരാം. ഇത് ഫ്രണ്ട് ഭാഗത്തും ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ ആക്കുന്നു. ഇത് നേരെ ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പീസ് എടുക്കുന്നു. താഴെ ഇങ്ങനെ വെച്ച് പിന്നെ ഇത് രണ്ടും കൂടെ ഒരു മടക്ക് സ്റ്റിച്ച് ചെയ്താൽ ഇവിടെ വരണം.
അല്ല ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഫിനിഷിങ് ആകുന്നില്ല അകത്ത്. ഇനി ഇതിലൂടെ ഇങ്ങനെ അടിക്കണം. ഇപ്പോൾ നമുക്ക് ഓവർലോക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. എല്ലാത്തിലും നൂലൊന്ന് കയറ്റിക്കോട്ടെ. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കണ്ട അകത്ത് ഫിനിഷിങ്, പുറത്ത് നോ പ്രോബ്ലം. ഇനി ഷേപ്പ് ചെയ്യണം. ഷേപ്പ് ചെയ്താൽ മതി. പിന്നെ ഹുക്ക് പിടിപ്പിച്ചാൽ